നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഒത്തുചേർന്നിരിക്കുന്നത് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ പറ്റിയും കമ്പനിയുടെ ബിസിനസ് പ്ലാൻ, അതുപോലെ ഇപ്പോൾ ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതെങ്ങനെയൊക്കെയാണ്, മൊബൈൽ റീചാർജ് സിസ്റ്റം പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതെന്തൊക്കെയാണ്, നമുക്ക് ഇതിലേക്ക് കടന്നു വരാനുള്ള എന്തൊക്കെ വഴികളുണ്ട്, അതുകൊണ്ടുള്ള എന്തൊക്കെ നേട്ടങ്ങളാണ് എന്നൊക്കെ വിശദീകരിക്കണം എന്നതിലേക്കായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ജമില മാഡം. എൻ്റെ പേര് പ്രവീൺ നാവത്താണ്, ഞാൻ കണ്ണൂരാണ്, കോർ കമ്മിറ്റി അംഗമാണ്. ഈ ബിസിനസ് നല്ല രീതിയിൽ ഏറ്റെടുത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നാൽ ഇത് നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഒരു ബെസ്റ്റ് MLM പ്ലാൻ, അതായത് സേവ ബിസിനസ് കോൺസെപ്റ്റ് എന്തൊക്കെയാണ്, ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആ ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ തന്നെ നമുക്ക് ലൈഫ് ടൈം ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു അൺലിമിറ്റഡ് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യം നമ്മൾക്ക് എന്ത് സംരംഭമായാലും അത് ഏറ്റെടുക്കുന്നതിന് മുന്നേ നമുക്ക് കമ്പനിയുടെ പ്രൊഫൈൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുമാത്രം പോരാ, പ്രൊഡക്റ്റ് എന്താണെന്നും ആ പ്രൊഡക്റ്റിന്റെ ആവശ്യകത ഇന്നത്തെ സമൂഹത്തിന് ഉപയോഗപ്രദമാണോ, നമ്മുടെ സമൂഹത്തിൽ അത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉതകുന്നതാണോ, അല്ല നമ്മുടെ സമൂഹത്തിൽ അത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നത് തന്നെയാണോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് മാത്രം പോരല്ലോ, നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം കൂടി കിട്ടുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും സന്തോഷവാന്മാരായിരിക്കും. നമ്മുടെ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ കമ്പനി 25 വർഷത്തെ എക്സ്പീരിയൻസ് ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയർ രംഗത്ത്. സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. തൃശ്ശൂർ ആണ് ഇതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓൾറെഡി 1998 ഇത് പാർട്ട്ണർഷിപ്പ് ഫാമോട് കൂടി ആരംഭിച്ചു. 2008 ഇത് കോർപ്പറേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് മാറി. ഇപ്പോൾ ഓൾറെഡി ERP സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കസ്റ്റമൈസ് ആപ്ലിക്കേഷൻ, ഈവൻ MLM കമ്പനികൾക്ക് വരെ നമ്മുടെ ERP മൊഡ്യൂൾസിലുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച ഈ കമ്പനിയിൽ നിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ക്ലയന്റ് ബേസ് ഇന്ന് ഓൾ ഓവർ ഇന്ത്യ, അത് മാത്രമോ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക, അങ്ങനെയൊക്കെ കമ്പനിയുടെ ക്ലയന്റുകൾ ഓൾറെഡി ഉണ്ട്. ഇൻഡിഗ്ര ERP ഡെവലപ്പിംഗ് എന്നാണ് നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ERP തോട്ടായിട്ട് ഉപയോഗിക്കുന്ന ബ്രാൻഡ് നെയിം. സേവാപ്പ് നമ്മുടെ 2 പ്രൊഡക്റ്റിൽ ഒന്നാമത്തത് സേവാപ്പാണ്. അതൊരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. ഏതൊരു വ്യക്തികൾക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത് തന്നെയാണ് അക്കൗണ്ടിങ്. നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു മണി മാനേജ്മെന്റ്, നമുക്കൊരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ, ഫൈനാൻഷ്യലി ആയിട്ട് നമുക്കൊരു അടുക്കും ചിട്ടയും കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നല്ല ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തുമ്പോൾ നമുക്ക് അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടും എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വണ്ടർമാക്സ് എന്ന പ്രോഡക്റ്റ് ലേണിംഗ് ആണ്. നമ്മുടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കും CBSE, അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസ്, അതുപോലെ ഹയർ സ്റ്റഡീസ്, അതുപോലെ ബാങ്ക് ടെസ്റ്റ് എഴുതുന്നവർക്കൊക്കെ ഉപയോഗപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷൻ. അതും നമുക്ക് രണ്ടും കൂടി നമുക്ക് ഒരേ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് സെയിൽ ചെയ്യാനുള്ള അവസരമാണ് കമ്പനി ഒരുക്കിയിട്ടുള്ളത്. ലീഗലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി 100% ജെന്യൂനാണ്. നമ്മുടെ കമ്പനിയുടെ എല്ലാ സർട്ടിഫിക്കേഷനും നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊരു വ്യക്തികൾക്കും അത് ഓപ്പൺ ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പേടിക്കാതെ നമ്മൾക്ക് സമൂഹത്തിൽ ഇറങ്ങി ഇത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ IT പ്രൊഡക്റ്റ് ആണ്. ഏത് സമയത്ത്, എനി ടൈം, എനിവെയർ എന്ന പോലെ നമുക്ക് എപ്പോഴും ഇത് മാർക്കറ്റ് ചെയ്യാം. ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഇതൊരു ഷെയറിംഗ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്.
നമുക്കറിയാം പലതരത്തിലുള്ള ലിങ്കുകളും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് മൊബൈൽ കയ്യിലുള്ളവരെല്ലാം വാട്സപ്പിലൂടെ പലതരത്തിലുള്ള എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ആക്ടിവിറ്റീസ്. അപ്പോൾ അതൊക്കെ ഷെയറിംഗ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. എന്നാൽ ഇതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഷെയറിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നല്ലൊരു ഫൈനാൻഷ്യൽ ഫ്രീഡമാണ്. നിങ്ങൾക്കത് സീരിയസ് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഫൈനാൻഷ്യലി ആയിട്ട് നല്ല ഒരു ഫ്രീഡം ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നമ്മളൊക്കെ ഏതൊക്കെ രീതിയിൽ അത് ചെലവഴിക്കണം എന്ന് കൃത്യമായിട്ട് നമ്മളെ മാനേജ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ അസറ്റ്സുകളും നമ്മുടെ ലയബിലിറ്റി, അതായത് നമ്മളെ കടബാധ്യതകളൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഇതിലേക്ക് കൊടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സമയാസമയങ്ങളിൽ അത് ലോൺ ആയിക്കോട്ടെ നമ്മുടെ എന്ത് കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്സ്, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടെ ഈ പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷനിൽ 18ഓളം ഫീച്ചേഴ്സ് ഓൾറെഡി ഇതിലുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ പല അപ്ഡേഷനും നമുക്ക് കിട്ടും. ഇപ്പോൾ പുതിയതായിട്ട് ഒരു 3 അപ്ഡേഷൻ കൂടി നമുക്ക് വന്നിട്ടുണ്ട്. അത് വരും സ്ലൈഡുകളിൽ ഞാൻ വിശദമായിട്ട് പറയാം. വണ്ടർമാക്സ് എന്നത് അൾട്ടിമേറ്റ് മാത്സ് ലേണിംഗ് ആപ്പാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ്, ഒളിമ്പിയാഡ്, IIT ഫൗണ്ടേഷൻ, ക്വസ്റ്റ്യൻ ബാങ്ക്, സ്പീഡ് മാത്സ്, കരിയർ സക്സസ്, എന്തും കാര്യങ്ങളിലായാലും നമുക്ക് മാത്തമാറ്റിക്സ് ആണ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ടഫായിട്ടുള്ളത്. അത് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട രീതിയിൽ ഫണ്ടമെന്റൽസ് ഒക്കെ ഷോർട്ട് കട്ട് വേയിലൂടെ ഇത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഷോർട്ട് കട്ട് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അത് വലിയ കരിയർ നമുക്ക് ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്ക് കരിയർ സെറ്റ് ചെയ്തെടുക്കാൻ ഉപയോഗപ്രദമായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ. അത് മാത്രമല്ല മാത്തമെറ്റിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് ടെസ്റ്റിലൊക്കെ പലതരത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഹയർ സ്റ്റഡീസിൽ പോകുന്നവർക്കൊക്കെ മാത്തമെറ്റിക്സ് ലഘൂകരിച്ചുകൊണ്ട് അതിന്റെ ഷോർട്ട് കട്ടും 10,000 ക്വസ്റ്റ്യൻസും ഒക്കെ അവൈലബിൾ ആണ്. എല്ലാം സാധാരണക്കാർക്കും എല്ലാവർക്കും ഉപയോഗിക്കേണ്ട രീതിയിൽ വൺ ടച്ചിലൂടെയാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ട് തന്നെ ഇതിനെയും നിങ്ങൾക്ക് കണ്ടുകൊണ്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന 2 ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ഒരു സേവിങ് മെന്റാലിറ്റി ഇതിലൂടെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതുമൂലം നമുക്ക് നല്ലൊരു വരുമാനം ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സാധിക്കും. ആപ്ലിക്കേഷൻ ഓരോരുത്തരും കൃത്യമായിട്ട് ഉപയോഗിച്ച് തന്നെ അത് മനസ്സിലാക്കുക. ആ ഒരു രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ കോൺഫിഡൻസ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സേവ് ആപ്പ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും നമ്മുടെ ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോ ആരാണ് നിങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുന്നത് അവരുടെ ഒരു ഷെയർ ലിങ്ക് ഉപയോഗിച്ചായിരിക്കും പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങൾ അത് ആദ്യം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ആ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതിലൂടെ നമുക്ക് ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനവും നമ്മൾ തന്നെയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പ്രവർത്തിക്കേണ്ടത്. 2 പ്രൊഡക്റ്റും നമ്മൾ ബ്രാൻഡ് അംബാസിഡറായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഈ ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് കോമ്പൻസേഷൻ പ്ലാൻ ആണ് നമുക്ക് കമ്പനി ഒരുക്കിയിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. ഇതൊരു ബിഗ് ഡിജിറ്റൽ ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് വിത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കൂടെ എല്ലാവരെയും ഇതിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ സാധിക്കും. അതിന് ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഷെയർ ലിങ്ക് പാസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ആരെയൊക്കെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനവും നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. ഫ്രീ പർച്ചേസിംഗ് പോയിന്റ് ഉണ്ട്. അത് ഒരു സേവ് കാർട്ടിൻ എന്ന ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം കൂടി നമ്മുടെ കമ്പനി അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു 4,500 ഫ്രീ പർച്ചേസിംഗ് പോയിന്റ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതും എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിശദമായിട്ട് നെക്സ്റ്റ് സ്ലൈഡുകളിൽ വിശദമാക്കി തരാം.
ഇനി ഫ്രീ വെബ് കാർഡ് ഉണ്ട്. എന്താണ് ഈ വെബ് കാർഡ്? 2 വെബ് കാർഡാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ബിസിനസ് സേവ് ആപ്പ് വണ്ടർ മാക്സും എന്താണെന്ന് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മുടെ കമ്പനി എന്താണ്, കമ്പനിയുടെ പ്രൊഫൈൽ പ്ലാൻ വിശദമായിട്ട് എല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വെബ് കാർഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് നമ്മുടെ സുഹൃത്തുക്കളിലേക്കും സോഷ്യൽ മീഡിയാസിലൂടെയും ഒക്കെ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനെ നല്ല രീതിയിൽ മാർക്കറ്റിൽ എത്തിക്കാനുള്ള ഒരു ടൂൾസ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം ഇന്ന് മാർക്കറ്റിങ്ങിൽ പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് MLM കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. നമ്മൾ തന്നെയാണ് ഇതിനെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതും വാമൊഴി പരസ്യത്തിലൂടെയും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ടും എത്രത്തോളം നിങ്ങൾക്ക് കസ്റ്റമറിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുന്നു അത്രത്തോളം ഡെവലപ്മെന്റ് നിങ്ങൾക്കും നമ്മൾക്കും കമ്പനിക്കും അത് നല്ലൊരു പ്രോഫിറ്റായി മാറും. അതുകൊണ്ട് എല്ലാവരും ഒരുമയോടുകൂടി പ്രവർത്തിക്കുക. ഇനി അടുത്തൊരു വെബ് കാർഡ് ഉണ്ട്. എന്താണ് ആ വെബ് കാർഡ്? നിങ്ങൾ എന്താണോ ബിസിനസ് ചെയ്യുന്നത്, ഇതുവരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ആ ഒരു വെബ് കാർഡിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ലോഗോ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെയോ നിങ്ങൾ ചെയ്യുന്ന മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെയോ ഒക്കെ വിശദമായ വിവരങ്ങൾ, എക്സ്പ്ലനേഷൻ ഒക്കെ എഡിറ്റ് വേർഷനിലൂടെ നിങ്ങൾക്ക് ഏത് വേണമെന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് സോഷ്യൽ മീഡിയാസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു വെബ് കാർഡ് നമ്മൾ കമ്പനി ഒരുക്കി തന്നിട്ടുള്ളത്. അതിൽ യാതൊരു തരത്തിലുള്ള കമ്പനിയുടെ കൈകടത്തലുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടി അതിൽ എന്ത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് നമ്മുടെ സേവ് ആപ്പും വണ്ടർ മാക്സും ആണ് നമ്മുടെ ബിസിനസ് എന്ന് കണ്ടുകൊണ്ട് അതും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അതിലൂടെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കേണ്ട രീതിയിൽ നിങ്ങൾക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഹൗ യു ക്യാൻ അസോസിയേറ്റ് വിത്ത് സേവ് ആപ്പ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു. എന്താണ് സേവ് ആപ്പ്, എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യാം? നമുക്ക് ഇതിലൊരു ഫ്രീ യൂസർ ആയിട്ടുകൊണ്ട് തന്നെ നമുക്ക് കമ്പനിയുടെ ഈ ഒരു സേവ് ആപ്പിലേക്ക് കടന്നു വരാനുള്ള ഒരു ചാൻസ് കമ്പനി തന്നിട്ടുണ്ട്. അത് മാത്രമാണ് സെക്കൻഡ് ആയിട്ടുള്ള ചോയ്സ് എന്ന് വെച്ചാൽ ആക്റ്റീവ് യൂസേഴ്സ് ആയിട്ട്. ആക്റ്റീവ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഞാൻ വരും സ്ലൈഡുകളിൽ വിശദമായിട്ട് പറയാം. ഫ്രീ യൂസേഴ്സും എന്താണെന്ന് വിശദമാക്കി തരാം. ഫാമിലി യൂസേഴ്സ് ആയിട്ടും വരുന്നവർക്കും എന്തൊക്കെ ബെനിഫിറ്റ് ഒക്കെയാണ് വരുന്നതെന്ന് ഞാൻ വരും സ്ലൈഡുകൾ വിശദീകരിക്കും. ആദ്യമായിട്ട് ഫ്രീ യൂസേഴ്സ്, ഹൗ ടു ബിക്കം എ ഫ്രീ യൂസേഴ്സ്. അതെ, നിങ്ങൾ ഇത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടാണ് ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കുക? നമ്മൾക്ക് നമ്മുടെ സുഹൃത്തോ അല്ലെ ഫാമിലി ഫ്രണ്ടോ ആരെങ്കിലും ആയിട്ട് നമുക്കൊരു ലിങ്ക് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ആ ലിങ്കിലൂടെ രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം. ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മൊബൈൽ പ്രീപെയ്ഡ് ആയിക്കോട്ടെ, DTH ആയിക്കോട്ടെ, ബിൽ പേയ്മെന്റ് ആയിക്കോട്ടെ, അത് മൂന്നും നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിനാണ് കമ്പനി ഒരുക്കിയിട്ടുള്ളത്. അത് ലൈഫ് ടൈം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. അതുമൂലം നിങ്ങൾക്ക് ഒരു നല്ല ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനം കൂടി നമുക്ക് ആ ഒരു ഫ്രീ ആയിട്ട് റീചാർജ് ചെയ്യിപ്പിക്കുക. നമ്മുടെ കസ്റ്റമർ നമ്മുടെ വീട്ടിൽ ഒരു 5 or 6 ഫോൺ ഉണ്ടാവും, അതിലൂടെയൊക്കെ റീചാർജ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഫാമിലിയിലും നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ മൊബൈൽ ഫോണിൽ റീചാർജ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ കസ്റ്റമറായിട്ട് നമ്മുടെ സ്പോൺസർ ലിങ്ക് അയച്ച് അവരെയൊക്കെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനം കമ്പനി ഒരുക്കിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വിശദമായിട്ട് പറയാം. ഫസ്റ്റ് ബെനിഫിറ്റ് ആണ് ഫ്രീ യൂസേഴ്സ് എന്നുള്ളത്. അതെന്തൊക്കെയാണ് ഫ്രീ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ? ഞാൻ പറഞ്ഞു, ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ നമ്മുടെ കമ്പനിയുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു 50 രൂപ രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്പോട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ കാണിക്കും. അടുത്ത് നിങ്ങൾ ഫസ്റ്റ് റീചാർജ്, നിങ്ങളുടെ ഐഡിയോ എയർടെലോ ജിയോ ഏതെങ്കിലും ഒരു റീചാർജ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സേവ് ആപ്പിലൂടെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 49 രൂപ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു ബോണസ് ആയിട്ട് നമ്മുടെ കമ്പനി തരികയാണ്. അങ്ങനെ രണ്ടും കൂടി 99 രൂപ നമുക്ക് ഫസ്റ്റ് റീചാർജോടുകൂടി നമ്മുടെ വാലറ്റിലേക്ക് വരികയും അതിനു പുറമെ ഒരു 500 പർച്ചേസ് പോയിന്റ് നമ്മുടെ സേവ് കാർട്ടിന്റെ അതും വരും ദിവസങ്ങളിലേക്കുള്ള ഒരു സേവിങ് ആയിട്ട് തന്നെ അതും ഒരു ഇൻകാഷ് ചെയ്യാനുള്ള അവസരവും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും മാത്രമല്ല, നമുക്ക്
20% കമ്മീഷൻ ആയിട്ടുള്ളതും നമുക്ക് വേണ്ടി കമ്പനി ഒരു ഫ്രീ യൂസേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ റീചാർജ് ലെവൽ ഇൻകം എന്ന രീതിയിൽ ഒരു അൺലിമിറ്റഡ് ആയിട്ട് 20 ലെവലിലായിട്ട് 1% ഫ്രീ യൂസേഴ്സിന് ലഭിക്കേണ്ട തരത്തിലുള്ള ഒരു വരുമാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റീചാർജ് ലെവൽ ഇൻകത്തിന്റെ സാധ്യത എന്ന് പറയുന്നത്, നമ്മൾ ഒരു വ്യക്തി ഇതിലേക്ക് കടന്നു വരുന്നു, മിനിമം 2 പേർക്കെങ്കിലും നമ്മളത് പാസ് ചെയ്ത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ നമ്മൾ 2 മൊബൈൽ ഏതെങ്കിലും 2 വ്യക്തികളെ കൊണ്ട് ഒരു 299 രൂപ റീചാർജ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം നമുക്ക് 1,46,800 രൂപ വരെ ലെവൽ ഇൻകം എന്ന രീതിയിൽ നമുക്ക് ലഭിക്കാൻ കമ്പനി സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഹോസ്റ്റസ് ഇനി ആക്റ്റീവ് യൂസേഴ്സ് ആയിട്ട് വരുന്ന വ്യക്തികൾ, ഹൗ ടു ബിക്കം എൻ ആക്റ്റീവ് എന്താണ്? നമ്മൾ ഇതിലേക്ക് ഏതെങ്കിലും 2 പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് കടന്നു വരികയാണെങ്കിൽ, അതും 1 ടൈം പർച്ചേസിംഗ് ആണ്. നമ്മുടെ സേവ് ആപ്പിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3,999 റുപ്യ പ്ലസ് GST ആണ്. അതായത് വണ്ടർമാക്സ് എന്ന പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് 5,000 പ്ലസ് GST ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്നവരെ ആക്റ്റീവ് യൂസറായി മാറുന്നു. അവരെ സേവ് ആപ്പ് ബിസിനസ് ഓണർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കമ്പനി അവരെ SBO എന്നാണ് വിളിക്കുന്നത്. കാരണം നമ്മൾ ഇതില് ഒരു ജോലിക്കാരല്ല, നമ്മൾ ഒരു എന്റർപ്രണർ ആയിക്കൊണ്ടാണ് ഇതിലേക്ക് കടന്നു വരുന്നതെന്ന് സാരം. കാരണം ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളുടെ സ്വന്തം പ്ലാറ്റ്ഫോം ആയിട്ട്, നിങ്ങളുടെ സ്വന്തം ബിസിനസ്സായി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഏതു രീതിയിൽ വേണമെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാം. കമ്പനിയെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കാൻ എന്നതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഇനി നമുക്ക് ഇതിലൂടെ എന്തൊക്കെ വരുമാനമാണ് ആക്റ്റീവ് യൂസേഴ്സിന് ലഭിക്കുന്ന വരുമാനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 തരം ഇൻകം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഇൻകം പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ ആണ്. രണ്ടാമത്തേത് ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് ആണ്. മൂന്നാമത്തത് ടീം ബിൽഡിംഗ് കമ്മീഷൻ. നാലാമത്തത് ടീം വോളിയം ഇൻസെന്റീവ്. അതിനു പുറമെ ഇപ്പോൾ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഒരു റീചാർജ് ലെവൽ ഇൻകം കൂടി നമുക്ക് ഈ ജനുവരി 13 മുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഒരു ലെവൽ ഇൻകം എന്ന രീതിയിൽ നമുക്ക് എല്ലാ മാസവും 1.5 ലക്ഷം മുതൽ 17 ലക്ഷം വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് തന്നെ നേടാനുള്ള ഒരു അവസരം നമുക്ക് കമ്പനി ഒരുക്കി തന്നിട്ടുണ്ട്. ഇനി പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതിലേക്ക് കടന്നു വന്നു, നമ്മുടെ ഏതെങ്കിലും ഒരു റെഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മളും അതുപോലെ നമ്മുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കസ്റ്റമർ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് പെർ ആക്ടിവേഷൻ ഒരു 800 രൂപ ക്രമത്തിൽ നമുക്ക് ലഭിക്കും. എനി ടൈം എനിവെയർ മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾക്ക് അതിന് ഒരു ലിമിറ്റും ഏർപ്പെടുത്തിയിട്ടില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സെയിൽ ചെയ്തുകൊണ്ട് 800 രൂപ ക്രമത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കാം. അതിനുള്ള സാഹചര്യം കമ്പനി ഇവിടെ ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവ് ആണ്. അത് എന്താണെന്ന് ഒന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. റെഫറൽ മോർ ആൻഡ് ഏൺ അൺലിമിറ്റഡ്. അതെ, നിങ്ങൾ എന്ന വ്യക്തി അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി ഇതിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരു 4 വ്യക്തികളെങ്കിലും നമ്മുടെ ബഡ്ഡീസ് ആയിട്ടുണ്ടാവും. അങ്ങനെ 4 വ്യക്തികൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് നമ്മുടെ സ്വന്തം റെഫറൽ ലിങ്കിലൂടെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 50 രൂപയാണ് ലെവൽ ഇൻകം എന്ന രീതിയിൽ തരാൻ പോകുന്നത് കമ്പനി. അങ്ങനെ നമ്മൾ കടന്നു വന്നു 50 രൂപ ഡയറക്റ്റ് റെഫറലിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം 50 രൂപ ക്രമത്തിൽ. അതിനൊക്കെ നിങ്ങൾക്ക് ലെവൽ ഇൻകം 50 രൂപ ക്രമത്തിൽ ലഭിക്കും. ഇനി സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന 4 പേർക്കും ഇതേപോലെ നമ്മൾ ചെയ്യുന്ന അതേ പ്രവൃത്തി അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു പോവുകയാണെങ്കിൽ
അവർക്കും 4 പേർ എന്ന രീതിയിൽ അവരും അത് കൃത്യമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ എന്ന രീതിയിൽ 10, 20, 30 10, 20, 30 എന്ന രീതിയിൽ 13 ജനറേഷൻ ആയിട്ട് നമുക്ക് ഒരു ഫ്യൂജ് എമൗണ്ട്. അത് നിങ്ങൾക്ക് ഈ 10, 20, 30 എന്ന് കാണുമ്പോൾ ഒരു നിസ്സാരമായിട്ട് തോന്നാം. എന്നാൽ പലതുള്ളി പെരുവെള്ളം അത് തന്നെയാണ് ഇവിടെയും. കാരണം ഇതൊരു മൾട്ടിപ്പിൾ, അതായത് ഇതൊരു നെറ്റ്വർക്ക് പ്രോഗ്രാം ആണ്. ഇതിന്റെ പ്ലാനും സിസ്റ്റവും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് 2, 4, 8, 16, 32, 64 എന്ന രീതിയിൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾ അത് കറക്റ്റ് 100% അതിന്റെ കറക്റ്റ് വ്യൂവിൽ പോവുകയാണെങ്കിൽ 242 കോടി വരെ നിങ്ങൾക്ക് ഒരു ആൾക്ക് നേടാൻ സാധിക്കുന്ന തരത്തിലാണ് ഇവിടെ വരുമാനം ഒരുക്കിയിട്ടുള്ളത്. ആ ലെവൽ ഇൻകത്തിന്റെ സാധ്യത അതാണ്. എന്നാൽ ഈ 242 കോടി എന്നത് 100% നിങ്ങൾക്ക് നടന്നില്ല. 10% മാത്രമേ നടക്കുന്നുള്ളെങ്കിൽ കൂടി 242 കോടിയുടെ 10% ഒന്ന് ഊഹിച്ചു നോക്കൂ നിങ്ങൾക്ക്. അതല്ല, നിങ്ങൾക്ക് ഒരു 1% ആണ് നിങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ എങ്കിൽ അതും നിങ്ങൾക്ക് നിങ്ങൾ ലൈഫ് ടൈം നിങ്ങളൊരു ജോബ്, അതായത് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25-30 വർഷം കൊണ്ട് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന എമൗണ്ട് 1,80,00,000 കൂടുതലാവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിന്റെ ലെവൽ ഇൻകം 1% മാത്രം നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടുകയാണെങ്കിൽ കൂടി 2,42,00,000 കൂടുതലാണ് ഈ ഒരു റഫറൽ മോർ ആൻഡ് ഏൺ അൺലിമിറ്റഡ് ഇൻകത്തിലൂടെ ലെവൽ ഇൻകം എന്ന രീതിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ ആരാണോ ഇതിലേക്ക് ക്ഷണിച്ചത് അവരോട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ഇതിന്റെ റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്തത് ടീം ബിൽഡിംഗ് കമ്മീഷൻ. എന്താണ് ടീം ബിൽഡിംഗ് കമ്മീഷൻ? നമ്മൾ ഇതിലേക്ക് കടന്നു വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4, 8, 16 രീതിയിൽ നമ്മൾ ഒരു ടീമിനെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അത് 2 ലെവലായിട്ട്, 2 സൈഡായിട്ട്, ലെഫ്റ്റ് റൈറ്റും ആയിട്ട് നമ്മളത് ബിൽഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബിൽഡ് ചെയ്ത് പോകുമ്പോൾ ഒരു ബൈനറി ആയിട്ട് 400 മുതൽ 600 രൂപ വരെ നമ്മുടെ കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് പെർ മാച്ചിങ്ങിന്. ആ മാച്ചിങ്ങിന് 400, 600ലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വരും സ്ലൈഡിൽ വിശദമാക്കി തരാം. എന്നാൽ നോക്കൂ, ഒരു ഡെയിലി സീലിംഗ്, അതിനൊരു സീലിംഗ് ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കമ്പനിക്ക് അറിയാം ഇത് കമ്പനിയുടെ കൈകളിൽ ഒതുങ്ങില്ല. അതുകൊണ്ട് സീലിംഗ് ലിമിറ്റ് എടുത്തില്ലെങ്കിൽ കമ്പനി പൂട്ടിപ്പോവും. അങ്ങനെ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം 10,000 മുതൽ 50,000 വരെ. ഇനി മന്ത്ലി ആണെങ്കിൽ ഒരു ഐഡിയിലൂടെ 3 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെ വാങ്ങിച്ചെടുക്കാൻ നമുക്ക് ഈ ഒരു ബൈനറി എന്ന ഈ 400 മുതൽ 600 വരെയുള്ള ഈ ഒരു വരുമാനം മാത്രം മതി. ഇനി അടുത്തത് ടീം വോളിയം ഇൻസെന്റീവ് ആണ്. റാങ്ക് ആൻഡ് ഇൻസെന്റീവ് ആയിട്ട് 10 കോടി വരെ 14 റാങ്കുകളിലായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്താണ് റാങ്ക് നോക്കാം. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ലഭിക്കാൻ പോകുന്ന റാങ്ക്. അതിന് വേണ്ടത് എന്താണ്? വെറും 4 പേരുടെ മാച്ചിങ് നടക്കുമ്പോൾ 4 പേരുടെ ഇവിടെ കടന്നു വന്ന ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ട് 4 പേർ മാച്ച് ചെയ്ത് വരുമ്പോൾ 500 രൂപ അഡീഷണൽ ആയിട്ട് റിവാർഡ്സ് ആൻഡ് ഇൻസെന്റീവ് ആയിട്ട് ലഭിക്കും. ഇനി സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് 2ാമത്തെ റാങ്ക്. അവിടെ 12 മാച്ചിങ് ആണ്. അവിടെ 1000 രൂപയാണ് റിവാർഡ്സ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത്. മാർക്കറ്റിംഗ് ഓഫീസർ ആയിട്ട് 3ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ 2000 റുപ്പീസ് ആണ് അവിടെ നമുക്ക് വേണ്ടി കമ്പനി അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇനി 4ാമത്തെ റാങ്കാണ് സീനിയർ മാർക്കറ്റിംഗ് ഓഫീസർ. ഈ ഒരു റാങ്കിൽ എത്തുമ്പോൾ അവിടെ ഒരു 4000, അതായത് 4000 റുപ്പീസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് 4ാമത്തെ റാങ്കിലാണ് ഞാൻ ഇന്ന് ഇവിടെ ഉള്ളത്. അതിൽ ഞാൻ പ്രൗഡ് ഫീലോട് കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി 5ാമത്തെ റാങ്കാണ് ടീം ഡെവലപ്മെന്റ് ഓഫീസർ ആണ്. അവിടെ 10,000 ആണ് അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇനി സീനിയർ ടീം ഡെവലപ്മെന്റ് ഓഫീസർ ആണ് 20,000, 20,000 ആണ് അവിടെ നമുക്ക് വേണ്ടി ഉള്ളത്. ഇനി 7th റാങ്കാണ് മാനേജർ. അവിടെ 40,000 ആണ്. ഇന്ന് നമ്മുടെ കമ്പനിയിൽ 7ാമത്തെ റാങ്കിലാണ് നൗഷാദ് സാർ ഉള്ളത്. അതും നമുക്ക് പ്രൗഡോടുകൂടി നമുക്ക് അറിയാം. കാരണം ഇനി വരുന്ന റാങ്കുകളൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. എത്രയും ഫാസ്റ്റ് ആയിട്ട് ആരാണ് സ്മാർട്ടായിട്ട് ഇതൊക്കെ അച്ചീവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് അവർക്കൊക്കെ ഇത് കൃത്യമായിട്ട് ഇൻകാഷ് ചെയ്യാനുള്ള അവസരം കമ്പനി ഒരുക്കിയിട്ടുണ്ട്. 8ാമത്തത് സീനിയർ മാനേജർ എന്ന പോസ്റ്റാണ്. അവിടെ 1,50,000. ഇനി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആണെങ്കിൽ 5 lakh ആണ്. ജനറൽ മാനേജർ ആണെങ്കിൽ 10 lakh. സീനിയർ ജനറൽ മാനേജർ ആണെങ്കിൽ 20
lakh, വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ 50 lakh. ഇനി സീനിയർ വൈസ് പ്രസിഡന്റിന് 1,60,00,000 പ്രീമിയം കാറാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. 60 ലക്ഷത്തിന്റെ ഗോൾഡ് ആണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇനി 14ാമത്തെ റാങ്കിലാണെങ്കിൽ 5 കോടി പ്ലസ് 2 കോടിയുടെ വില്ല പ്ലസ് 50 ലക്ഷത്തിന്റെ പ്രീമിയം കാർ. ഇത്രയുമൊക്കെ നമ്മുടെ കമ്പനി നമ്മൾക്ക് വേണ്ടി 14 റാങ്കുകളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്കൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി അടുത്തത് റീചാർജ് ലെവൽ ഇൻകം. ഡിയർ ഫ്രണ്ട്സ്, ഇത് നിങ്ങൾക്ക് നല്ലൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു അവസരമാണ്. അതും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കടന്നു വന്നാലുള്ള നേട്ടവും അതല്ല നിങ്ങൾ ആക്റ്റീവ് മെമ്പേഴ്സിനുള്ള നേട്ടവും ഒക്കെ എന്താണെന്ന് കൃത്യമായിട്ട് കമ്പാരിസനോടുകൂടി ഞാൻ വിശദമാക്കുന്നതാണ്. ഇത് ഗെറ്റ് പാസീവ് ഇൻകം ഫോർ ഓൾ റീചാർജ് ഫ്രം യുവർ ഡൗൺലൈൻസ് അപ് ടു 20 ലെവൽ. അതെ, നമ്മുടെ കൂടെ ഡൗൺലൈൻ ആയിട്ട് വരുന്നവരെയൊക്കെ ഈ റീചാർജ് ചെയ്യിച്ചു കൊണ്ടുവരികയാണ്. 2%, അതായത് 2% ആണ് നമുക്ക് 20 ലെവലുകളിലായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണിക്കുന്നത്. നോക്കൂ, നേരത്തെ പറഞ്ഞു 1,40,000 സംതിങ് വരെ നമുക്ക് ഈ ഒരു റീചാർജിന് 299 രൂപ നമ്മുടെ കൂടെ വന്ന 2 പേരെ ഡ്യൂപ്ലിക്കേറ്റ് നടന്നുകൊണ്ട് ഇങ്ങനെ കൃത്യമായി 2, 4, 8, 16, 32, 64 എന്ന രീതിയിൽ നമ്മുടെ ഡൗൺലോഡിങ് ഫ്രീ ആയിട്ട് ചെയ്യുന്ന വ്യക്തികൾ ഓൺലി 2 വ്യക്തികൾ അവരുടെ ഡ്യൂപ്ലിക്കേഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് 1,40,000. എന്നാൽ ഇവിടെ ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ട് കടന്നു വരുന്ന വ്യക്തികളാണെങ്കിൽ, സിംഗിൾ പർച്ചേസിലൂടെ ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ട് കടന്നു വരുന്ന വ്യക്തികൾക്കാണെങ്കിൽ അവിടെ 2,93,601 രൂപ വരെ നേടാൻ സാധിക്കും. അവിടെ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് 1,40,000 ആണെങ്കിൽ ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്ന വ്യക്തികൾക്ക് 2,93,601 രൂപ വരെ മന്ത്ലി 20 ലെവലിലായിട്ട് ഇവിടെ നമുക്ക് ലഭിക്കും. ഇനി ഫാമിലി യൂസേഴ്സ്. എന്താണ് ഫാമിലി യൂസേഴ്സ് നോക്കാം. ഫാമിലി യൂസേഴ്സ് എന്ന് പറയുന്നത് ഒരു 3 പ്രൊഡക്റ്റ്, പണ്ടർമാൻസോ അല്ലെങ്കിൽ സേവാപ്പോ, ഇതിലേതെങ്കിലുമായിട്ട് 3 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളെ സ്മാർട്ട് SBO എന്നാണ് കമ്പനി പറയുന്നത്. ഈ സ്മാർട്ട് SBO ആകുന്ന വ്യക്തികൾക്കൊക്കെ ഗ്ലോബൽ ഓട്ടോപൂൾ ഇൻകം, അതായത് 3,12,000 രൂപ വരെ നിങ്ങൾക്ക് 100% ഉറപ്പോടുകൂടി ലഭിക്കുമെന്ന വാക്ക് ഞാൻ തരികയാണ്. കമ്പനിയിൽ എങ്ങനെയാണ് അത് ലഭിക്കുക എന്ന് ഞാൻ കൃത്യമായിട്ട് വിശദീകരിക്കാം. നിങ്ങൾ ഇതിലേക്ക് 3 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഗ്ലോബലി എവിടുന്നെങ്കുമായിട്ട് ഇതേ രീതിയിൽ 3 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന 8 പേർ കമ്പനിയുടെ ഫസ്റ്റ് സീനിയർ ആയിട്ട് വരികയാണെങ്കിൽ, ആ ഫസ്റ്റ് വന്ന വ്യക്തിക്ക് പുറകെ 8 പേർ വന്നപ്പോൾ ആദ്യത്തെ വ്യക്തിക്ക് 12,000 രൂപ സ്പോട്ടിന് ലഭിക്കുന്നു. അടുത്തത് നമ്മുടെ സെക്കൻഡ് ആയിട്ട് നമുക്ക് ഈ 12,000 രൂപ ലഭിച്ച വ്യക്തിക്ക് അവിടുന്ന് പ്രൊമോട്ടായിട്ട് ഒരു 60,000 പോസ്റ്റിലേക്കാണ് അവിടുന്ന് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ എത്തണമെങ്കിൽ അവിടെ 8 പേര് അടങ്ങുന്ന 16 പേർ അവിടെ 12,000 വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് വരണം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 60,000 രൂപ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കും ലഭിക്കും. അത് കഴിഞ്ഞ് 24 വ്യക്തികൾ ഇതുപോലെ 60,000 വാങ്ങിച്ചു കഴിഞ്ഞാൽ 2,40,000, അങ്ങനെ ടോട്ടൽ 3,12,000 നമുക്ക് നോൺ വർക്കിംഗ് ഇൻകം ആയിട്ട് 100% ലഭിക്കാനുള്ള ഒരു വലിയ ഒരു പ്ലാൻ കൂടി കമ്പനി ഇവിടെ നമുക്ക് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ സ്മാർട്ട് SBO ആകുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ സ്റ്റെപ്പും എന്തൊക്കെ സ്റ്റെപ്പ് അച്ചീവ് ചെയ്യാനുണ്ടോ അതൊക്കെ ആക്റ്റീവായിട്ട് സ്പീഡായിട്ട് അച്ചീവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു 3 പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾക്ക് എളുപ്പത്തിൽ സാധിക്കും. കാരണം ഒരു പർച്ചേസിങ് 1 BV ആണ്. ഓരോ BV മാച്ചിങ് ചെയ്യുമ്പോഴും 800 രൂപ റെഫറൽ കമ്മീഷൻ 800 രൂപ കിട്ടുന്നുണ്ട്, മാച്ചിങ് ഇൻകം 400 രൂപ കിട്ടുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബെനിഫിറ്റും അവിടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു പ്ലാൻ ആണ് സ്മാർട്ട് SBOയിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നത്.
അങ്ങനെ ഫാമിലി യൂസേഴ്സ് ആയിട്ട് കടന്നു വരുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന എക്സ്ട്രാ ബെനിഫിറ്റ് കൂടി ഞാൻ ഇവിടെ വിശദീകരിക്കുകയാണ്. നോക്കൂ, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഫ്രീ ഡൗൺലോഡിംഗ് സിസ്റ്റത്തിലൂടെ കടന്നു വന്നാലും, അതായത് നിങ്ങൾ ഈ ഒരു ഫാമിലി യൂസേഴ്സ് ആയിട്ട് കടന്നു വന്നാലും എല്ലാവർക്കും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വരുമാനമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഫാമിലി യൂസേഴ്സ് ആയിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ 3% 3% ആണ് ലെവൽ ഇൻകം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു ഫ്രീ യൂസേഴ്സിന് 20 ലെവലായിട്ട് 1%, അവിടെ 1,40,000. സെക്കൻഡ്, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾക്ക് 2% ആണ് അവിടെ ലെവൽ ഇൻകം, അവിടെ 2,90,000. ഇവിടെ 3% ആണ് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ 4,40,401 രൂപയാണ് ഇവിടെ നിങ്ങൾക്ക് ഫാമിലി യൂസേഴ്സ് ആയിട്ട് കടന്നു വരുന്ന വ്യക്തികൾക്ക് ലഭിക്കേണ്ടത് മന്ത്ലി. അത് ഇതേ രീതിയിൽ 299 ചെയ്യുന്ന രണ്ട് വ്യക്തികളെ നിങ്ങൾ കൃത്യമായിട്ട് ഡ്യൂപ്ലിക്കേഷനും നിങ്ങൾ കൃത്യമായിട്ട് അവരെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു കസ്റ്റമർ ക്രിയേഷൻ, ഫ്രീ ഡൗൺലോഡും അവരെ ആക്ടിവേഷനും ഒക്കെ ചെയ്യിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി ഈ ഒരു വരുമാനത്തിലേക്ക് എത്താൻ. ഇനി അടുത്തത് മെനി മോർ ലീഡേഴ്സ് ബോണസ്. അതെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ വരുന്നവരെയൊക്കെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ലീഡേഴ്സിന് കൃത്യമായിട്ട് റിവാർഡ്സ് കൂടി കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ക്ലബ് ബോണസ് ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് CCM മന്ത്ലി ബോണസ് എന്ന രീതിയിൽ, CCM ഇയർലി ബോണസ് ഉണ്ട്, DCM ബോണസ് ഉണ്ട്, റിന്യൂവൽ ഇൻസെന്റീവ് ഉണ്ട്. എന്തൊക്കെയാണ് CCM ബോണസ്, എന്താണ് ക്ലബ് ബോണസ് എന്ന് ഞാനൊന്ന് വിശദമാക്കാം. ക്ലബ് ബോണസ് എന്ന് പറയുന്നത്, നമ്മൾ ഇതിലേക്ക് കടന്നു വന്നു, അത് എങ്ങനെ കടന്നു വന്നാലും നമ്മുടെ കൂടെ വന്നവരെ കൃത്യമായിട്ട് നമ്മൾ എന്തൊക്കെ റാങ്ക് അച്ചീവ് ചെയ്യുന്നു അതൊക്കെ അവർക്കും അച്ചീവ് ചെയ്യാനുള്ള എല്ലാതരം സഹായവും നമ്മൾ ചെയ്യണം. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ലഭിക്കുമ്പോൾ അവരും നമ്മളെ പോലെ റാങ്കുകൾ കരസ്ഥമാക്കി ഫസ്റ്റ് റാങ്കിൽ എത്തുമ്പോൾ നമുക്ക് 10%, നമ്മുടെ റെഫറലിൽ ഉള്ള വ്യക്തികൾ 2 വ്യക്തികൾ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തുമ്പോൾ 10% ആയിട്ട് ബൈനറി, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ 400 600ലേക്ക് എങ്ങനെ എത്തുന്നു എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ആ 400ന്റെ കൂടെ ഒരു 10% കൂടി 440 ആണ്. അവിടെ ബില്ലേഴ്സ് ക്ലബിലേക്കാണ് നമ്മൾ എത്തുന്നത്. അടുത്തത് ബ്ലൂമേഴ്സ് ക്ലബിലാണ്. അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നത് 20% ആണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സെക്കൻഡ് റാങ്കിലേക്ക് നമ്മുടെ കൂടെ നമ്മുടെ റെഫറലിലുള്ള 2 പേരെ കൃത്യമായിട്ട് സെക്കൻഡ് റാങ്ക് അച്ചീവ് ചെയ്യിക്കാൻ നല്ല രീതിയിൽ സഹായിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 400 എന്നതിന്റെ കൂടെ 20% കൂടി 480 ആകും. ഇനി ലീഡേഴ്സ് ക്ലബിലേക്കാണെങ്കിൽ 30% ആണ്. അങ്ങനെ അവിടെ 520 എന്ന രീതിയിൽ. പിന്നെ വിന്നേഴ്സ് ക്ലബാണ്, പിന്നെ റോക്കേഴ്സ്. അങ്ങനെ ടോട്ടൽ 600 രൂപയാണ് ക്ലബ് ബോണസ് ആയിട്ട് നമുക്ക് കമ്പനിയുടെ ഒരുക്കിയിട്ടുള്ളത്. ഇത് കൊണ്ട് തന്നെയാണ് 3 ലക്ഷം എന്നുള്ളത് 4.5 ലക്ഷം വരെ നമുക്ക് മന്ത്ലി നേടാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാനം. ഇനി അടുത്തത് CCM ബോണസ്, ലീഡേഴ്സ് ഇൻസെന്റീവ്. അതായത് CCM ബോണസ് എന്നൊരു കോർ കമ്മിറ്റി അംഗം, കമ്പനി 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കോർ കമ്മിറ്റിയിലേക്ക് അംഗമാകാനും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 5% എക്സ്ട്രാ മന്ത്ലി ഏർണിംഗ് ലഭിക്കാനും നമ്മളെ ഈ ഒരു കോർ കമ്മിറ്റി അംഗമാകുന്ന വ്യക്തികൾക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റെഫറൽ ചെയ്യുക. ഫാമിലി പാക്ക് 3 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന 10 പേരെ 90 ദിവസത്തിനുള്ളിൽ ആക്ടിവേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോർ കമ്മിറ്റിയിലേക്ക് അംഗമാകുന്നു. അങ്ങനെ കോർ കമ്മിറ്റി അംഗമാകുന്ന വ്യക്തികൾക്ക് ഇപ്പോഴത്തെ റീചാർജിങ് റവന്യൂവിൽ നിന്ന് 10% അത് നമുക്ക് കമ്പനി ഒരുക്കിയിട്ടുണ്ട്. 10% അതിന്റെ ഓൾ ഓവർ നടക്കുന്ന ബിസിനസിന്റെ 10% കോർ കമ്മിറ്റി അംഗങ്ങൾക്ക് ഓൾറെഡി ലഭിക്കും. 2%, 3% അതിനൊക്കെ പുറമെയാണ് 10% ഓരോ കോർ കമ്മിറ്റി അംഗങ്ങൾക്കും ലഭിക്കുന്നത്. അതിനു വേണ്ടി നിങ്ങൾ ഓരോ വ്യക്തികളും കോർ കമ്മിറ്റിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഡെയിലി എന്നതുപോലെ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി സ്മാർട്ട് SPOയിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്
അവർക്കും നമുക്ക് കിട്ടിയ അതേ അവസരം അവരെയും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ നമുക്കും DCM ബോണസിനുള്ള അർഹരാകാനുള്ള ഒരു വഴി കൂടി ഇവിടെയുണ്ട്. എന്താണ് DCM ബോണസ്? നമുക്ക് ഡയറക്ടർ ബോർഡിലേക്ക് അംഗമാകാം. അതും 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ എത്തുക എന്നതൊന്നും ചില്ലറ കാര്യമായിട്ട് ആരും കാണണ്ട. കാരണം ഇതിലേക്ക് എത്തുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് കോർ കമ്മിറ്റി അംഗങ്ങൾ 10 കോർ കമ്മിറ്റി അംഗങ്ങളെ നിങ്ങൾ ഡയറക്ടർ റെഫറലിൽ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് 10% മന്ത്ലി നമുക്ക് ഈ ലഭിക്കുന്ന ബൈനറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ലെവലിംഗ്, ഇതൊക്കെ കൃത്യമായിട്ട് എത്രയാണോ നമുക്ക് ലഭിക്കുക അതിന്റെ 10% കൂടി അധികം നമുക്ക് DCM ബോണസ് ആയിട്ടും ലഭിക്കും. ഡിയർ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ ആണ് നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇനി പുതുതായിട്ട് ഒരു സേവ് കാർട്ടിംഗ് നേരത്തെ പറഞ്ഞു, അതിലൂടെ ആ ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം നമുക്ക് മുന്നിലേക്ക് തുറക്കുന്ന സമയത്ത് അപ്പോഴേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി കുറെ പർച്ചേസിംഗ് പോയിന്റ് കൂടി ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ രജിസ്ട്രേഷൻ പെട്ടെന്ന് ചെയ്യിപ്പിക്കുക. ഓരോ രജിസ്ട്രേഷനിലും അത് നിങ്ങൾക്ക് 500 പോയിന്റ് വെച്ച് ലഭിക്കും. അതിന്റെ സ്പോൺസർക്ക് 100 പോയിന്റും ലഭിക്കും. അത് രജിസ്റ്റർ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികൾ 7 ദിവസത്തിനുള്ളിലാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ 4000 പോയിന്റ് നിങ്ങൾക്ക് വാലറ്റിൽ കാണിക്കും. ഇനി ആക്ടിവേഷൻ ഒരു 14 ദിവസത്തിനുള്ളിലാണ് നടക്കുന്നതെങ്കിൽ 2000 പോയിന്റും നിങ്ങൾക്ക് വേണ്ടി അവിടെ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഇതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ കൂടി ആ സ്പോൺസർക്ക് ഒരു 500 പോയിന്റ് വാലറ്റിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിന്റെയൊക്കെ യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് നമ്മുടെ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ 25 വർഷത്തെ എക്സ്പീരിയൻസ് ഓൾറെഡി സോഫ്റ്റ്വെയർ രംഗത്ത് നല്ല രീതിയിൽ പ്രാഗൽഭ്യം തെളിയിച്ച കമ്പനിയാണ്. 100% ലീഗലാണ്, ജെന്യുവനാണ് നമ്മുടെ കമ്പനി. സേവ് ആപ്പ് വിത്ത് വണ്ടർമാക്സ് എന്ന 2 പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നത്. അത് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള MLM കൺസെപ്റ്റിലൂടെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. എല്ലാ ലീഗലി സർട്ടിഫിക്കേഷനോട് കൂടി കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും അനുശാസിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. നമുക്ക് മാർക്കറ്റിംഗ് കോമ്പൻസേഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഒക്കെ കൃത്യനിഷ്ഠയോടുകൂടി എല്ലാവർക്കും കൃത്യമായിട്ട് അന്നുള്ള വരുമാനം കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ കമ്പനി പോകുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഇപ്പോഴത്തെ റീചാർജിങ് ഓപ്ഷനിലൂടെ ഒരു വലിയൊരു ഫ്രീ ആയിട്ട് കടന്നു വരുന്ന വ്യക്തികൾക്ക് പോലും ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ കൂടി നമ്മുടെ കമ്പനി അവസരം ഒരുക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് മാർക്കറ്റാണ്. ഇതിനെ ഒരു ചില്ലി കാശ് നിങ്ങൾക്ക് കയ്യിൽ നിന്ന് ഇറക്കാതെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള സാഹചര്യം കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ആ വരുമാനത്തിന് എത്രത്തോളം ശതമാനത്തിൽ നിങ്ങൾക്ക് കൂട്ടി നിങ്ങൾക്ക് എത്രത്തോളം എക്സ്ട്രാ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ട് കൊണ്ട് കടന്നു വന്നാൽ മാത്രം മതി. ഫ്രീ ആയിട്ട് വരുന്നവർക്ക് 1% ആണെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് മെമ്പേഴ്സിനും ആ ഫാമിലി പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾക്കുമുള്ള വേരിയേഷൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. 1.5 ലക്ഷത്തിനുള്ളത് 4 ലക്ഷം വരെ ആക്റ്റീവ് മെമ്പേഴ്സിന് വരും. 1.5 ലക്ഷത്തിൽ നിങ്ങൾക്ക് തൃപ്തരാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയും വരുമാനം ഉണ്ടാക്കാം. അല്ല, നിങ്ങൾക്ക് 4 ലക്ഷവും 17 ലക്ഷം വരെയും നിങ്ങൾക്ക് ഇതിലൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ട് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുക. ഇതിന്റെ പേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഡെയിലി വരുമാനമാണ് കൃത്യമായിട്ട്. എന്നാൽ റീചാർജിങ് ബോണസ് ലഭിക്കുന്നത് 250 രൂപ വാലറ്റിൽ കംപ്ലീറ്റ് ആവുമ്പോഴാണ്. 99 രൂപ ആദ്യത്തേതും പിന്നീട് നിങ്ങളുടെ കൂടെ വരുന്നവരെ റീചാർജ് ചെയ്യിക്കുമ്പോൾ പെർസെന്റ് കണക്കിന് അത് കൂടി അതൊരു 250 രൂപ വാലറ്റിൽ കംപ്ലീറ്റ് ആവുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യൂ, നമ്മുടെ സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, റീചാർജ് സ്റ്റാർട്ട് ചെയ്യൂ. അതിലൂടെ നമ്മുടെ DTHും മൊബൈലും ഒക്കെ റീചാർജ് ചെയ്യൂ. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ അയൽവാസികളെയും ഒക്കെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഷെയർ യുവർ യൂണിക് ലിങ്ക് ത്രൂ സോഷ്യൽ മീഡിയ. നിങ്ങൾ ഇപ്പൊ തൊട്ട് നിങ്ങളുടെ വരുമാനം നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ മാത്രം സുഹൃത്തുക്കളല്ല, നമ്മുടെ സുഹൃത്ത് നമ്മുടെ മാത്രം സുഹൃത്തുക്കളല്ല. അതുകൊണ്ട് നമ്മുടെ കസ്റ്റമറെ നമ്മുടെ ഡൗൺലൈൻ ആയിട്ട് കൊണ്ടുവന്നുകൊണ്ട് ഈ MLM ബിസിനസിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ അയൽവാസിയെ നമ്മുടെ ഫാമിലിയെയോ വേറെ ഒരു ടീമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ പെർസെന്റ് അവർക്കാണ് പോവുക. അതുകൊണ്ട് കൃത്യമായിട്ട് അയൽവാസികളെയും നമ്മുടെ കുടുംബത്തിലും കൃത്യമായിട്ട് നല്ല പ്രൗഡോടുകൂടി ഒരു മടിയും കൂടാതെ ഇപ്പൊ തൊട്ട് നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ കൊണ്ടുപോകുന്ന പൈസ ഗൂഗിൾ പേയിലൂടെയൊക്കെ അവർക്ക് പല തരത്തിലുള്ള
നഷ്ടസാധ്യതകളും ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യിപ്പിച്ചാൽ മാത്രം നമ്മുടെ കുടുംബവും നമ്മൾ അയൽവാസികളുടെ കുടുംബവും ഒക്കെ രക്ഷപ്പെടാൻ കിട്ടിയ ഈ ഒരു അവസരം നമുക്ക് തന്ന രാമചന്ദ്രൻ സാറിനും ഒരു വലിയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓവർ ടു യു മാം.